നമസ്കാരം, ഞാൻ ബഷീറാണ്, ഒറ്റപ്പാലം. ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് ഇതാ ഈ വീടാണ് കേട്ടോ. 2 നില വീടാണ്, 4 ബെഡ്റൂം, 6 സെൻറ്റ് സ്ഥലം, ഓപ്പൺ കിണറുണ്ട്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള മുറ്റമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുറ്റത്ത് തന്നെ നല്ല കായ്ഫലം കിട്ടുന്ന നല്ലൊരു പ്ലാവുണ്ട്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. 4 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം, കൂടാതെ വറ്റാത്ത നല്ലൊരു കിണറുണ്ട് കേട്ടോ. അതിൽ കണ്ടില്ലേ, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നല്ല വെള്ളമുള്ള കിണറാണ്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി കിൻഫ്ര നെഹ്റു കോളേജ് അതിൻ്റെയൊക്കെ പരിസരത്താണ് കേട്ടോ. ഇത് വീടിൻ്റെ അടുക്കളയുടെ പുറകുവശം കേട്ടോ. അതാ ഗ്യാസൊക്കെ വെക്കാനുള്ള, പുറത്ത് അതിനൊരു സേഫ്റ്റി ആയിട്ട് ഗ്യാസ് വെക്കാനുള്ള ഒരു സൗകര്യം. ഇത് അടുക്കളയുടെ പുറകുവശം. ഇവിടെ ഇതാ വിറകടുപ്പ് ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആണ് വിറകടുപ്പ്. അതിൻ്റെ തൊട്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള വലിയൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട്. ഇതാണ് പാത്രം കഴുകാനുള്ള വലിയൊരു സൗകര്യം അത് കേട്ടോ. വീടിൻ്റെ പുറകുവശമാണ്. വീടിൻ്റെ പുറകുവശത്ത് അത്യാവശ്യം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പാലപ്പുറം NSS കോളേജിലേക്കൊക്കെ വളരെ അടുത്താണ് കേട്ടോ. പിന്നെ മൗണ്ട് സീന പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂള്. ഒറ്റപ്പാലം ടൗണിലേക്ക് വെറും 5 കിലോമീറ്റർ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം ടൗണൊക്കെ വെറും 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്, ചെറിയ രീതിയിൽ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സിറ്റ് ഔട്ട്. അവിടുന്ന് മെയിൻ ഡോറ് കടന്നാൽ ഒരു ലിവിങ് റൂം കേട്ടോ. സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. അവിടെ ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അടുക്കളയിലേക്കുള്ള എൻട്രൻസ്. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. താഴെ തന്നെ ഇത് ആദ്യത്തെ ബെഡ്റൂമാണിത്. ബെഡ്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡാണ് കേട്ടോ. ഇതിങ്ങനെ ഇതാ ഒരു പാസേജാണ്. ഇത് ഇതിലത്തെ ബാത്റൂമാണ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് ഇതാ നമ്മൾ വീണ്ടും ഹാളിലെത്തി. അത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ് കേട്ടോ. ഇതിതാ ഇവിടെ ഒരു വാഷ് ബേസിൻ, സ്റ്റെയർ കേസിൻ്റെ അടിയിലൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ്. അതിലും ചുമരൽമാര അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. പുതിയ വീടാണ്, അധികം പഴക്കമല്ല. താഴത്തെ നില പണി കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടുള്ളൂ. മുകളിലത്തെ നില പണി കഴിഞ്ഞിട്ട് വെറും 3 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഹാളിൽ നിന്ന് ഇതാ നമ്മൾ ഡൈനിങ് ഏരിയയാണിത്. ഡൈനിങ് ഏരിയ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതാ വർക്ക് ഏരിയ, വിറകടുപ്പൊക്കെ ഉള്ള ഒരു എക്സ്റ്റൻഷൻ അടുക്കള കണ്ടില്ലേ. വിറകടുപ്പൊക്കെ അവിടെയാണ്, പുകയില്ലാത്ത അടുപ്പ് അങ്ങനെയുള്ള. ഇതും അത്യാവശ്യം വലിപ്പമുള്ള സ്പേസാണ് കേട്ടോ ഈ ഭാഗം. ഇവിടെ പാത്രം കഴുകാനുള്ള വലിയൊരു സ്പേസ് ഉണ്ട് കണ്ടില്ലേ, നല്ല വൃത്തിയുള്ളതാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വീടോ പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ്. കാരണം ഓരോ ഏരിയയിലും വീടുകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. മുകളിൽ ഇതാ സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്ത് ഒരു ഡിസൈൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. മുകളിലും ഇതുപോലെ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. കയറിയ ഉടനെ ഇതാ അവിടെ വലിയൊരു ഹാള് പോലെ അവിടെ ഇപ്പോൾ ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. റൂം പോലെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ 2 സൈഡാണ് 2 ബെഡ്റൂം. ഇതാണ് ഒരു ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. അതുപോലെ മെയിൻ റോഡിൽ നിന്ന് നടക്കാവുന്ന ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക്. ഇതാണ് ഇതിലെ ബാത്റൂം കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റാണ്. നല്ല വൃത്തിയുള്ള ടൈൽസും കാര്യങ്ങളൊക്കെയാണ്. ഈ മുകളിലെ നില പണി പൂർത്തീകരിച്ച് എടുത്തത് 3 വർഷമായിട്ടുള്ളൂ കേട്ടോ. ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും ഇതാ ഒരു ഹാളിലേക്ക് എത്തി. ഇതാണ് പിന്നെ മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂം. ഇതും അതേ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ചുമരൽമാരൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അറ്റാച്ച്ഡ് അല്ല എന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു എക്സസൈസിൻ്റെ മെഷീനൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇത് ഡോറ് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. വീടിൻ്റെ മുൻഭാഗത്തെ ബാൽക്കണിയാണിത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു ബാൽക്കണിയാണ്. തൊട്ടൊക്കെ വീടുണ്ട്. നല്ലൊരു ഏരിയയിലാണ് ഈ വീട് കിടക്കുന്നത്.
35 ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ പറയുന്നത്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. കൂടാതെ ദാ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ടെറസാണ്. പക്ഷേ ഇവിടെ ഒരു ബെഡ്റൂം പണിയാനുള്ള ഉദ്ദേശം അവർ ചെയ്തതാണ് കേട്ടോ. അതാണ് ബാത്റൂം ആക്കിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം പണിയാമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ഇനി ആവശ്യക്കാർക്ക് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ടെറസ് ആക്കിയിടും ചെയ്യാം. അപ്പോൾ 5 ബെഡ്റൂമായിട്ട് അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. ആവശ്യമുള്ളവർ വിളിക്കൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.